നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. 6 മാസം പ്രഗ്നന്റ് ആയ ഒരു അമ്മ ആ പ്രീമെച്യൂർഡ് ബേബിയെ ഒരു ഹോസ്പിറ്റൽ വാഷ്റൂമിൽ പ്രസവിക്കുന്നു. എന്നാൽ ഇതിനേക്കാളും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്, ആ കുട്ടിയെ ഒന്ന് കണ്ടു കിട്ടുന്നതിന് മുമ്പ് ഒരു തെരുവ് നായ ആ കുട്ടിയെ എടുത്തോണ്ട് ഓടുന്നു. ഇതൊരു ഫിക്ഷണൽ സ്റ്റോറി അല്ല, ഒരു കെട്ടുകഥയല്ല. ഇത് ബങ്കൂറ, വെസ്റ്റ് ബംഗാളിൽ ബങ്കൂറ എന്ന ഡിസ്ട്രിക്റ്റിലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സംഭവിച്ച കാര്യമാണ്. ഈ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലുള്ള ഇഷ്യൂസിനെയാണ് ഇത് കാണിച്ചു തരുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അക്കു, വെൽക്കം ടു അക്കൂസ് വ്യൂ. ബിഫോർ കണ്ടിന്യൂയിങ്, നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് റെഗുലറായി എത്തിച്ചേരുള്ളൂ. 2024 നവംബർ 18 സിവിയറായ വയറുവേദന കാരണം 6 മാസം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി ബങ്കൂറ സോനാമുഖി റൂറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. എന്നാൽ ട്രാജിക് ആയിട്ട് അവർ വാഷ്റൂമിൽ പോയ സമയം ആക്സിഡന്റലി ആ ഒരു വാഷ്റൂമിനകത്ത് തന്നെ അവർ പ്രസവിക്കുന്നു. ആ സമയത്ത് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു സ്ട്രേ ഡോഗ് ആ അമ്മ ആ കുഞ്ഞിനെ കാണുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിനെ എടുത്തോണ്ട് ഓടി. ഇപ്പോൾ ആ അമ്മയെ ബിഷ്ണുപൂർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫാമിലി മെമ്പേഴ്സ് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഹെൽപ്പ് ലൈൻ നമ്പേഴ്സിൽ വിളിച്ചിട്ട് പോലും ഒരാൾ പോലും അവരെ സപ്പോർട്ട് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യാനോ വന്നില്ല എന്നാണ്. ഇതൊരു ഐസൊലേറ്റഡ് ട്രാജഡി അല്ല. ഹോസ്പിറ്റലിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, സെക്യൂരിറ്റി, ഹൈജീൻ ഇതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് ആണ്. മെറ്റേണിറ്റി വാർഡിൽ എങ്ങനെയാണ് ഒരു സ്ട്രീറ്റ് ഡോഗ് എത്തിച്ചേർന്നത്? ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ്സ് ഒക്കെ എവിടെയായിരുന്നു? ഈ ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നത് ഒരു സ്റ്റേറ്റ് റൺ ഹോസ്പിറ്റലിലാണ്, വിച്ച് മീൻസ് ഒരു ഗവൺമെന്റ് ഫണ്ടഡ് ഹോസ്പിറ്റലിലാണ്. ഇതൊക്കെ കൊണ്ടായിരിക്കാൻ ജനങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തന്നെ പേടിക്കുന്നത്. ജനങ്ങളിലുള്ള ആ ഒരു പേടി പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് ആയി മാറി. അങ്ങനെ നമുക്ക് ഫ്രീ ആയി കിട്ടേണ്ട ഹെൽത്ത് കെയർ സർവീസ് ഹെൽത്ത് കെയർ ബിസിനസ് ആയി മാറി. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമന്റ് ചെയ്യൂ. വെസ്റ്റ് ബംഗാൾ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഇതിനു മുമ്പും ഒരുപാട് പിഴവുകൾ പറ്റിയിട്ടുണ്ട്. റീസെന്റ് കൊൽക്കത്തയിലുള്ള ആർജിക്കാർ ഹോസ്പിറ്റലിലുള്ള 31 വയസ്സുള്ള ഒരു ഡോക്ടറുടെ മേർഡറിന് ശേഷം അവിടെയുള്ള ഹെൽത്ത് കെയർ സേഫ്റ്റി മെഷേഴ്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ നടന്നു. എന്നാൽ ഇതുപോലുള്ള ഇൻസിഡൻസ് വീണ്ടും സംഭവിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഒന്നും തന്നെ മാറിയിട്ടില്ല എന്നാണ്. ഇപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഇതുപോലുള്ള ഇൻസിഡൻസ് നടക്കാതിരിക്കാൻ ഹെൽത്ത് കെയർ സേഫ്റ്റി മെഷേഴ്സ് ഇംപ്രൂവ് ആവാനായിട്ട് ഇനിയും എത്ര ജീവനുകൾ പോകണം? ഹെൽത്ത് കെയർ സേഫ്റ്റി മെഷേഴ്സിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് എടുക്കാം? താഴെ കമന്റ് ചെയ്യൂ. സോ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് റെഗുലറായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുള്ളൂ. സോ സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.